നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ 2000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. PM കിസാൻ സമ്മാൻ നിധി ധനസഹായമാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം നിർവഹിച്ചത്. നമ്മളുടെ സംസ്ഥാനത്തും 20 ലക്ഷത്തിന് മുകളിൽ വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണിത്. ചെറുകിട കർഷകർക്കാണ് ഈ ധനസഹായം ലഭിക്കുന്നത്. ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് 19ാമത്തെ ഗഡുവാണ്. അതായത് നാളിതുവരെ തുക നമുക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 38,000 രൂപയോളമാണ് ഇപ്പോൾ കർഷകരുടെ കൈകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. ഇത് നമ്മളുടെ കാർഷിക അനുബന്ധ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ വിതരണം നടത്തുന്നത്. കർഷകർക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ട് മാറുന്ന പദ്ധതി കൂടിയാണ് PM കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതി. നിലവിൽ ഇതുവരെ അംഗങ്ങളാവാൻ സാധിക്കാത്തവർക്ക്, അതും 2018-19 കരമടച്ച രസീത് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്നത്. അതും ഇപ്പോഴത്തെ കരമടച്ച രസീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ കർഷകൻ്റെ മറ്റ് വിവരങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപേക്ഷ വയ്ക്കാൻ ചെല്ലേണ്ടത്. അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണത്തോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ട മറ്റൊന്നാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം. ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു കൂടി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. 1600 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും 1600 വീതം. 810 കോടിയോളം രൂപ ഇതിനുവേണ്ടി സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ധനവകുപ്പിൽ നിന്നും വിതരണ കാര്യങ്ങളെല്ലാം ഇപ്പോൾ 26-ാം തീയതിയോടെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുള്ളത്. നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും. കൈകളിൽ സഹായം സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കും തുക മുടക്കം കൂടാതെ തന്നെ എത്തിച്ചേരുന്നതാണ്. ഇനി മാർച്ച് മാസം മുതൽ സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല എങ്കിൽ അത് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുമാണ് ബാധകമാകുന്നത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്തവർ ഈ രേഖ കൊടുത്തിട്ടുണ്ട് എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ക്രിസ്ത്യൻ, മുസ്ലിംസ്, ജൈന, സിഖ്, പാഴ്സി മതങ്ങളിലൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ നൽകുന്ന വ്യക്തിഗത വായ്പാ പദ്ധതിയിലേക്ക്, അത് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള വായ്പയാണ്. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കാം. അതിനുശേഷം ബന്ധപ്പെട്ട കോർപ്പറേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ ന്യൂനപക്ഷ ക്ഷേമ ഓഫീസുകളിലേക്കോ ഇത് കൊടുക്കേണ്ടതുണ്ട്. അപേക്ഷകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെയാണ് പരമാവധി വായ്പയായിട്ട് അനുവദിക്കുന്നത്. ഇതിൽ തന്നെ സബ്സിഡിയായിട്ട് 1 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതി കൂടിയാണിത്. അതുമാത്രമല്ല, ഇത്തരം പദ്ധതികൾക്ക് പലിശ നിരക്ക് കുറവായിരിക്കും. വാർഷിക പലിശ നിരക്ക് 6% മാത്രമാണ്. അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചവർ, അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവരുണ്ടാകും. ഇനി അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാതായിട്ടുള്ളവർ, ഇങ്ങനെയൊക്കെ ഉള്ള കുടുംബങ്ങളിലെ സ്ത്രീ ഗുണഭോക്താക്കൾക്ക് മുൻഗണന നൽകിയാണ് ഈ സ്കീമിൻ്റെ ആനുകൂല്യം വിതരണം ചെയ്യുന്നത്. അപ്പോൾ അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ആധാർ കാർഡുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറ്റവും പ്രധാന രേഖയാണ് ആധാർ. ഈ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കുക. ഇത് ആക്റ്റീവ് അല്ല എങ്കിൽ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. വിവിധ സർക്കാർ സ്കീമുകളിലേക്ക് ആധാർ അധിഷ്ഠിത OTP സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിത OTP വേരിഫിക്കേണ്ട സമയത്ത് ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പർ ആണ് എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ OTP വരാതാവുകയും ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.